അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പം വറുത്തരച്ച ചമ്മന്തി. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമ്മൾ ആദ്യം ചീനിച്ചട്ടി ഒന്ന് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ എടുക്കാം. നമ്മളിവിടെ 3 തേങ്ങയാണ് എടുത്തേക്കുന്നത്. 3 ചെറിയ തേങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാവേ. കരിയാനൊന്നും പാടില്ല കേട്ടോ. നമുക്ക് നല്ല മൂപ്പിനാണ് ഇത് കിട്ടേണ്ടത്. നമുക്ക് എന്നിട്ടൊരു 10 വലിയ അല്ലിയുടെ വെളുത്തുള്ളി ആയിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അരിഞ്ഞ് ഇതിനകത്തോട്ടിടാവേ. അതിനുശേഷം കുറച്ച് കൊച്ചുള്ളിയാണേ. കൊച്ചുള്ളി ഒരു 10-15 എണ്ണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇടാവേ. പിന്നെ കുരുമുളക് ആവശ്യത്തിന് ഇടുക. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമുക്ക് അതൊന്ന് ഒരു ഇച്ചിരി മൂപ്പായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പുളിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പൂച്ച കണ്ടാ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അമ്മാമ്മ അങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട് പോയി കേട്ടോ. ഞാനും കൂടെ പോയി. നമ്മുടെ നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇന്നെന്തായാലും മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല അന്തരീക്ഷമായിരുന്നു. ഞാനങ്ങനെ നമ്മുടെ ബ്ലൂടൂത്തിനകത്ത് മുത്തപ്പൻ്റെ പാട്ടൊക്കെ ഇട്ട് ഒരു ഭക്തിസാന്ദ്രമായിട്ടൊരു അന്തരീക്ഷമായിരുന്നു ആ സമയം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സമയം എന്ന് വെച്ചാൽ ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്ന് ഒരു 3 മണിയൊക്കെ ആയിട്ട് ഒന്ന് പഠിച്ചിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങും. ഞാൻ അങ്ങനെ സന്ധ്യയൊന്നും കണ്ടിട്ടില്ല അങ്ങനെ. അപ്പം ഇന്ന് ക്ലാസ്സിനൊന്നും പോകണ്ടായിരുന്നല്ലോ. അങ്ങനെ എണീറ്റിരുന്നു മുറ്റമൊക്കെ തൂത്ത് കൊടുത്ത് എല്ലായിടത്തും തൂത്ത് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന റൂമൊക്കെ തൂത്ത് കൊടുത്ത് അങ്ങനെ അമ്മാമ്മ കത്തിച്ച് റൂമിലോട്ട് പോവുക കേട്ടോ. അമ്മാമ്മ വിളക്ക് കത്തിച്ച് നമ്മുടെ തേങ്ങ അവിടെ വറുത്തോണ്ടിരിക്കുക. ഞാൻ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അവിടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന കേട്ടോ. അപ്പം നമുക്ക് മറ്റേ പറക്ക് നിർത്തിട്ട് പോകാം. ഞാനും അമ്മയും കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മാവ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം നല്ല അന്തരീക്ഷമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ ഭാഗം കേട്ടോ വഴിയ. അങ്ങനെ കളർ മാറി വരുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല മണം. നമുക്ക് എന്തോ ഒരു ആ തേങ്ങ ആ പച്ചയ്ക്ക് അങ്ങ് കഴിച്ചോളാം അതേ കണക്ക്. കണ്ടോ നമ്മുടെ ഈ കളർ മാറിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ഇടാം, മല്ലിപ്പൊടി ഇടാം, ആവശ്യത്തിനുള്ള ഉപ്പിടാവേ. അതിനുശേഷമേ നല്ല മണത്തിനായിട്ട് നമുക്ക് കുറച്ച് കായവും കൂടി ഇടാം. നല്ല രീതിയിൽ തന്നെ കായം ഇടണം കേട്ടോ, എന്നാലേ ആ ഒരു മണം വരുത്തോളൂ. നല്ല രീതിയിൽ അന്നേരം ആയി. നമ്മൾ ചൂടൊക്കെ മാറ്റിയിട്ട് നമ്മൾ ജാറിനകത്ത് അടിക്കാൻ പോവുകയാണേ. നമുക്കൊന്ന് അരഞ്ഞു നോക്കാവേ. നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായേ. ഈ ചമ്മന്തി ഇടുന്ന കുപ്പിയുണ്ട്, അതിനകത്തോട്ട് നമ്മൾ മാറ്റി വെക്കുവാണേ അമ്മ. നമ്മുടെ ചമ്മന്തി അങ്ങനെ റെഡിയായി. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക. പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.